പൂജ്യ സ്വാമി അമൃത കൃപാനന്ദപുരിജി, രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിൻ്റെ പ്രാന്ത സംഘചാലക് അഡ്വക്കേറ്റ് ബൽറാംജി, വിഭാഗ് സംഘചാലക് അഡ്വക്കേറ്റ് ശ്രീനിവാസ് ജി, എന്നിവിടെ ഐക്യദാർഢ്യ സമ്മേളനത്തിൽ സന്ദേശം നൽകുന്നതിനായി എത്തിയിട്ടുള്ള വിവിധ സാംസ്കാരിക, സാമൂഹ്യ, ആധ്യാത്മിക പ്രസ്ഥാനങ്ങളുടെ ചുമതലക്കാരെ, ഈ യോഗം വിജയിപ്പിക്കുന്നതിന് വേണ്ടി, നമ്മുടെ മനസ്സിൻ്റെ നോവ് ലോകത്തെ അറിയിക്കുന്നതിന് വേണ്ടി നമ്മുടെ സഹോദരന്മാരും സഹോദരിമാരും ചെയ്തിട്ടില്ലാത്ത തെറ്റിന് ശിക്ഷിക്കപ്പെടുന്ന ക്രൂരതയ്ക്കെതിരെ നമ്മുടെ പ്രതിഷേധം രേഖപ്പെടുത്തുന്നതിനായി എത്തിച്ചേർന്ന നല്ലവരിൽ നല്ലവരായ സഹോദരി സഹോദരന്മാരെ, എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഇന്നലെ ബ്രിട്ടീഷ് പാർലമെൻറ്റിൽ, അവിടെയും പാർലമെൻറ്റ് കൂടിക്കൊണ്ടിരിക്കുകയാണ്, നമ്മുടെ നാട്ടിലെ പാർലമെൻറ്റ് പോലെ തന്നെ. അവിടെ ടോറി പാർട്ടിയുടെ, കൺസർവേറ്റീവ് പാർട്ടിയുടെ, അതായത് പ്രതിപക്ഷ കക്ഷിയുടെ പ്രധാനപ്പെട്ട നേതാക്കളിൽ ഒരാളായ ബോബ് ബ്ലാക്ക്മാൻ ചർച്ചയിൽ ഇടപെട്ടുകൊണ്ട് അതിശക്തമായ ഒരു ആവശ്യം ഉന്നയിച്ചു. ബംഗ്ലാദേശിൽ നടന്നുകൊണ്ടിരിക്കുന്ന ക്രൂരമായ ഹിന്ദു വേട്ടയ്ക്കെതിരായി ഒരു ഉത്തരവാദിത്തപ്പെട്ട രാഷ്ട്രമെന്ന നിലയിൽ നാം എന്തു ചെയ്തു എന്ന് ബന്ധപ്പെട്ട മന്ത്രി ഉത്തരം നൽകണം. ബ്ലാക്ക്മാനെ സംബന്ധിച്ചിടത്തോളം ഹിന്ദുക്കളാണ്, ബംഗ്ലാദേശിലെ മറ്റ് മതന്യൂനപക്ഷങ്ങളാണ് അക്രമത്തിനിരയായിക്കൊണ്ടിരിക്കുന്നത് എന്ന് പറയാൻ അല്പവും സംശയമുണ്ടായില്ല. അദ്ദേഹത്തിന്റെ ഇടപെടലിൽ ഒരു തരത്തിലും വാക്കുകൾ ലഘൂകരിക്കാതെ അദ്ദേഹം പറഞ്ഞു, ഇസ്കോന്റെ ആരാധ്യനായ സ്വാമി ചിന്മയ കൃഷ്ണദാസ്ജി, വേറെയും 3 സന്യാസിമാർ അകാരണമായി അറസ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നു. അവരുടെ കേസ് കോടതിയിൽ പറയാൻ പോലും ഒരു വക്കീലിനെയും അനുവദിക്കാത്ത സാഹചര്യം അവിടെയുണ്ട്. പുതിയ ഗവൺമെന്റ് എന്ന് പറയുന്ന സാധനം ബംഗ്ലാദേശിൽ അധികാരത്തിൽ വന്നതിന് ശേഷം ഒരു വിചിത്രമായ ഒന്നായതുകൊണ്ടാണ് ഞാൻ സാധനം എന്ന് പറഞ്ഞത്. ബംഗ്ലാദേശ് ഗവൺമെന്റിന്റെ മുഖ്യ ഉപദേശകനാണത്രേ മുഹമ്മദ് യൂനുസ് എന്ന് പറയുന്ന വ്യക്തി. അയാൾ ആരെയാണ് ഉപദേശിക്കുന്നതെന്ന് എനിക്കറിയില്ല. സാധാരണ ഉപദേശിക്കുകയാണെങ്കിൽ കാര്യം നടത്താൻ വേണ്ടി ആരെങ്കിലും ഉണ്ടാവണം. അദ്ദേഹത്തെ വേണമെങ്കിൽ ഏറ്റവും മിതമായ ഭാഷയിൽ പറഞ്ഞാൽ, അവിടെ ഭരണം ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന മതവർഗീയന്മാരായ ജമാഅത്ത് ഇസ്ലാമിയുടെയും ഹിസ്ബുത് തഹ്രീറിന്റെയും ഭീകരന്മാരായ പട്ടാള മേധാവികളുടെയും പ്രൈവറ്റ് സെക്രട്ടറി ആണെന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെയുള്ള വിചിത്രമായ സംവിധാനം നിലവിൽ വന്നതിന് ശേഷം ബ്ലാക്ക്മാൻ പറയുന്നു, 2000-നും 3000-നും ഇടയിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ട ന്യൂനപക്ഷ വേട്ടയുടെ സംഭവങ്ങൾ ഉണ്ടായിരിക്കുന്നു. എന്താണ് ബ്രിട്ടന് പറയാനുള്ളത് എന്ന് ചോദിച്ചു. ഇത് ടോറി പാർട്ടി അല്ലെങ്കിൽ കൺസർവേറ്റീവ് പാർട്ടി മാത്രമല്ല, ഭരണകക്ഷിയിൽപ്പെട്ട ലേബർ പാർട്ടിയുടെ നേതാവും ഇടപെട്ടുകൊണ്ട് മാനുഷികമായ വലിയ കൊടിയ അപരാധമാണ് ബംഗ്ലാദേശിൽ നടക്കുന്നത്. അതിനെതിരായി ബന്ധപ്പെട്ട മന്ത്രി ഇടപെട്ട് ഉത്തരം നൽകണം എന്നാവശ്യപ്പെടുകയും അതിന്റെ ചുമതല വഹിക്കുന്ന ശ്രീമതി കതറിൻ മന്ത്രി സജീവ പരിഗണനയിലുള്ളതാണ്, മുൻഗണന അനുസരിച്ച് ഏറ്റവും ഉന്നതമായ സ്ഥാനം കൊടുത്ത് ഞങ്ങൾ ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ്,
ഇടപെടുന്നോ ഇല്ലയോ എന്നുള്ളതൊക്കെ വേറെ വിഷയം. പക്ഷെ ഞാനിതിവിടെ സൂചിപ്പിക്കാനുള്ള കാരണം, വിദേശങ്ങളിലെ പാർലമെന്റിൽ പോലും, പല പാർലമെന്റുകളിൽ പോലും ഈ വിഷയം ചർച്ച ചെയ്യാൻ അവിടുത്തെ പ്രതിപക്ഷ കക്ഷികൾ മുന്നോട്ട് വരുമ്പോൾ, നമ്മുടെ പാർലമെന്റിൽ എന്താണ് ഇന്നലെ നടന്നത്, മിനിഞ്ഞാന്ന് നടന്നത്? അവിടെ ഹിൻഡൻബർഗ് റിസർച്ച് എന്ന് പറയുന്ന ഒരു തട്ടിപ്പ് കമ്പനിയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ പാർലമെന്റിനെ സ്തംഭിപ്പിക്കുന്ന പ്രവർത്തനമാണ് ഹിൻഡൻബർഗ് റിസർച്ച് ടീമിന് ഈ ബംഗ്ലാദേശിലെ കൊടിയ അക്രമങ്ങളുടെ സ്ഥാനമുണ്ട്, പിന്നിൽ സ്ഥാനമുണ്ട്. കാരണം അമേരിക്ക കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നതായ മറ്റു പല ജനാധിപത്യ സമൂഹങ്ങളെയും അട്ടിമറിക്കാൻ വേണ്ടി നടത്തുന്ന പ്രവർത്തനങ്ങളുടെ ഒരു ഓമനപ്പേരുണ്ടല്ലോ, ഡീപ് സ്റ്റേറ്റ്. ആ ഡീപ് സ്റ്റേറ്റിലെ സഹചാരിയാണ്, സജീവ പങ്കാളിത്തമുള്ള ഗ്രൂപ്പാണ് ഹിൻഡൻബർഗ് ഗ്രൂപ്പ്. ആ ഗ്രൂപ്പ് നടത്തിയ കള്ള അന്വേഷണത്തിന്റെ, റിസർച്ചിന്റെ വിവരങ്ങളെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നമ്മുടെ നാടിന്റെ പ്രതിപക്ഷം പാർലമെന്റിനെ സ്തംഭിപ്പിക്കാൻ ശ്രമിക്കുകയായിരുന്നു. ഏറ്റവും അടുത്തു വന്ന റിപ്പോർട്ടിന്റെ പിന്നിൽ പോലും ഉദ്ദേശം ബംഗ്ലാദേശിൽ നടക്കുന്നതായി കൊടിയ ന്യൂനപക്ഷ വേട്ട ചർച്ച ചെയ്യപ്പെടരുത് എന്ന് തന്നെയായിരുന്നു. അതിനനുസരിച്ച് തുള്ളുന്ന ഒരു പ്രതിപക്ഷം. ഞാൻ ഇത്തരമൊരു യോഗത്തിൽ രാഷ്ട്രീയം പറയണം എന്ന് വിചാരിച്ചു വന്ന ആളല്ല. പക്ഷേ വസ്തുത പറയാതിരിക്കാൻ പറ്റാത്തൊരു സാഹചര്യത്തിലേക്ക് നമ്മൾ എത്തുകയാണ്. നമ്മൾ ഭാരതത്തിന് പുറത്തുള്ള ഏതോ ഒരു രാഷ്ട്രത്തിൽ നടക്കുന്ന ഈ പ്രശ്നങ്ങളിൽ അവിടെയുള്ള ആളുകളെ കുറ്റം പറയുന്നതിന് മുമ്പ് നമ്മുടെ നാട്ടിലെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ഏതൊരു നിലപാടാണ് ഈ വിഷയത്തിൽ എടുക്കുന്നത് എന്ന് പരിശോധിക്കേണ്ടതാണ്. അതുകൊണ്ടാണ് ഈ വിവരം തുടക്കത്തിൽ തന്നെ പറഞ്ഞത്. ഇവിടുത്തെ പ്രതിപക്ഷത്തിന് അങ്ങനെ പെരുമാറാനേ കഴിയുള്ളൂ. കാരണം ബംഗ്ലാദേശിൽ നിന്ന് ഒഴുകിപ്പരക്കുന്ന ചുടുചോരയുടെ ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ ഭാരതത്തിലെ ഈ മതേതര രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്ക് കഴിയില്ല. അതാണ് വസ്തുത. ജൂലൈ മാസം മുതൽ തുടങ്ങിയ കൊടിയ അക്രമ പരമ്പര അതൊരു വലിയ ആവർത്തനമാണ്, ഭീകരമായൊരു ആവർത്തനമാണ്. അത് 2024 ജൂലൈയിൽ തുടങ്ങിയതല്ല, അല്ലെങ്കിൽ ജൂണിലെ അവിടെ നടന്ന രാഷ്ട്രീയ മാറ്റത്തെ തുടർന്ന് ആരംഭിച്ചതല്ല. നേരത്തെ പൂജ്യ സ്വാമിജി സൂചിപ്പിച്ചതുപോലെ 946 ഓഗസ്റ്റ് 16 ഇസ്ലാമിക ഭീകര പ്രസ്ഥാനം മുസ്ലിം ലീഗ് 946 മുസ്ലിം ലീഗ് പ്രഖ്യാപിച്ച ഡയറക്റ്റ് ആക്ഷൻ, മുഹമ്മദ് അലി ജിന്ന മുഴുവൻ ഭാരതത്തിലും പ്രഖ്യാപിച്ച ആ ആക്ഷൻ ഏറ്റവും കൂടുതൽ ഭീകരമായി നടന്നത് ധാക്കയെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ്, കൊൽക്കത്തയെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ്, ചിറ്റഗോങ്ങിനെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ്. ലക്ഷക്കണക്കിന് ഹിന്ദുക്കളാണെന്ന് അറുംകൊല ചെയ്യപ്പെട്ടത്. എന്തായിരുന്നു കാരണം? കാരണം വളരെ സ്പഷ്ടമാണ്, കാരണം വളരെ വ്യക്തമാണ്. അധികാര കൊതിമൂത്ത ഒരുപറ്റം രാഷ്ട്രീയക്കാര് ഭാരതത്തെ എല്ലാ കാലത്തേക്കും ആയി വിഭജിച്ചു ഭരിക്കാം എന്ന് ധരിച്ച ബ്രിട്ടീഷ് ഭരണാധികാരികൾ, ഇവർക്ക് രണ്ടു കൂട്ടർക്കും പ്രത്യയശാസ്ത്ര ഒത്താശ ചെയ്തു കൊടുക്കുന്ന ഇടത് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ എല്ലാം ചേർന്ന് ഭാരതത്തെ വിഭജിച്ചതുമായി കൂടി ഇത് ബന്ധപ്പെട്ട് നിൽക്കുകയാണ്. ഭാരതത്തിന്റെ വിഭജനവുമായി ബന്ധപ്പെട്ടിട്ടാണ് ഈ വസ്തു നിലനിൽക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് 946 ഓഗസ്റ്റ് 16 നടന്ന ആ ഭീകരമായ ഹിന്ദുവേട്ട, അതിന്റെ തുടർച്ചയാണ് ഇപ്പോൾ ബംഗ്ലാദേശിൽ നടക്കുന്നത്. ചിലരൊക്കെ പറയുമ്പോൾ ബംഗ്ലാദേശിൽ എല്ലാം ശരിയായിരുന്നു, സമീപകാലത്ത് എന്തോ പറ്റിയതാണ് എന്ന് പറഞ്ഞു കേൾക്കുന്നുണ്ട്. ബംഗ്ലാദേശിന്റെ ചരിത്രം പരിശോധിച്ചാൽ ഈ ഭീകര പ്രസ്ഥാനങ്ങൾ, മുസ്ലിം ലീഗ് ആയാലും അതിനോടൊപ്പം നിന്ന് പ്രവർത്തിക്കുന്ന ജമാഅത്തെ ഇസ്ലാമി ആയാലും മറ്റു വിവിധ ഭീകര പ്രസ്ഥാനങ്ങളായാലും ഏറ്റവും കൂടുതൽ തങ്ങളുടെ ട്രെയിനിങ് ക്യാമ്പുകൾ നടത്തുന്ന പ്രദേശമാണ് ബംഗ്ലാദേശ് അന്നേ. എന്നാൽ ശരിയാണ്, വംഗഭൂമിയുമായുള്ള അതിന്റെ ബന്ധം, സാംസ്കാരികമായ ഭാരതത്തിന്റെ ചരിത്രവുമായുള്ള ബംഗാളത്തിന്റെ ബന്ധം, അതിന്റെ സാംസ്കാരിക പശ്ചാത്തലം ഒരു പരിധിവരെ
ഇത്തരം ഭീകര പ്രസ്ഥാനങ്ങളെ തടയാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിലും പടിഞ്ഞാറൻ പാകിസ്ഥാന് സപ്പോർട്ട് ചെയ്യുന്ന, പിന്തുണയ്ക്കുന്ന ഭീകര പ്രസ്ഥാനങ്ങൾ എപ്പോഴെപ്പോഴെല്ലാം അവിടെ തല ഉയർത്തിയിട്ടുണ്ടോ അപ്പോഴെല്ലാം കൊടിയ ആക്രമണങ്ങൾ നടന്നിട്ടുണ്ട്. എത്ര ആയിരങ്ങളാണ് അവിടെ കൊല ചെയ്യപ്പെട്ടത് എന്ന് വ്യക്തമല്ല. നേരത്തെ കണക്ക് സൂചിപ്പിച്ചു. സ്വതന്ത്രമാക്കപ്പെടുമ്പോ ഭാരതത്തിന്റെ വിഭജനത്തിന് തൊട്ടുമുമ്പ് 28% ഉണ്ടായിരുന്ന ഹിന്ദുക്കൾ എങ്ങനെയാണ് 4 വർഷങ്ങൾ കൊണ്ട് 22-ലേക്കോ 21 മേലെ 22 താഴെയിലേക്ക് എത്തിയത്? വൻ തോതിലുള്ള ജീനോസൈഡ്, വംശഹത്യ അവിടെ നടന്നിട്ടുണ്ട്. പക്ഷേ ആ വംശഹത്യ ലോകരാഷ്ട്രങ്ങളുടെ നടുവിൽ ഒരു വലിയ ചർച്ചയാക്കാൻ ഭാരതത്തിന്റെ ഭരണത്തിലേക്ക് വന്ന രാഷ്ട്രീയ കക്ഷിക്കോ അതിന്റെ നേതൃത്വത്തിലേക്ക് നടന്നെടുത്ത ജനാധിപത്യത്തിന്റെ രാജകുമാരനെന്ന് സ്വയം അവരോധിച്ച നേതാവിനോ കഴിഞ്ഞില്ല എന്നതാണ് വസ്തുത. അന്ന് അതിന് കഴിയുമായിരുന്നുവെങ്കിൽ തീർച്ചയായിട്ടും ഇന്ന് ബംഗ്ലാദേശിൽ ഇത്തരത്തിലുള്ള കൊടിയ അപകടം ഉണ്ടാകുമായിരുന്നില്ല. അന്ന് സാധിക്കുമായിരുന്നു. ചരിത്രത്തിൽ ഇഫ്സിനും ബട്ട്സിനും സ്ഥാനമില്ല എന്നറിയാം. എങ്കിൽ പക്ഷേ എന്നൊന്നും പറയുന്നതിന് സ്ഥാനമില്ല ചരിത്രത്തിൽ. പക്ഷെ ഓർക്കാതിരിക്കുന്നത് എങ്ങനെയാണ്? ബംഗ്ലാദേശിന്റെ സവിശേഷമായ സാഹചര്യത്തെ ഉപയോഗിക്കാൻ, അത് ഭാരതത്തിന് അനുകൂലമായി തിരിക്കാൻ എന്തുകൊണ്ടും പറ്റിയ അന്തരീക്ഷമായിരുന്നു 947. അത് ചെയ്യാൻ തയ്യാറായില്ല. തീറെഴുതിക്കൊടുത്തു ഭീകരവാദികൾക്ക് ആ പ്രദേശം. തീറെഴുതി കൊടുക്കുന്ന ഒരു അവസ്ഥയുണ്ടായത്. അതുകൊണ്ടാണ് ഇന്ന് ഞാൻ ഈ സൂചിപ്പിച്ച വിധത്തിലുള്ള ആക്രമണങ്ങൾ അവിടെ നടക്കുന്നത്. ഏറ്റവും ഇപ്പോൾ നടന്ന സംഭവങ്ങളെ കുറിച്ച് ഏകദേശമൊക്കെ ചുരുങ്ങിയ വാചകങ്ങളിലായാലും രാകേഷും പൂജ്യ സ്വാമിജിയും ഒക്കെ നമ്മളോട് സൂചിപ്പിച്ചു കഴിഞ്ഞിട്ടുണ്ട്. വലിയ തയ്യാറെടുപ്പ്, വൻതോതിലുള്ള തയ്യാറെടുപ്പ് കുറച്ച് നാളുകളായി അവിടെ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അവിടുത്തെ ഈ സംവരണ വിരുദ്ധ പ്രക്ഷോഭം വിദ്യാർത്ഥികളെ മുന്നിൽ നിർത്തിക്കൊണ്ട് ജമാഅത്ത് ഇസ്ലാമിയും നിരോധിക്കപ്പെട്ട ഭീകര പ്രസ്ഥാനമായ ഹിസ്ബുൾ ടെററും ചേർന്ന് നടത്തിയ ആ പ്രക്ഷോഭം അതിന് വെറുമൊരു മുഖം കൂടിയായിരുന്നു. അതിന്റെ പിന്നിലെ പ്രധാനപ്പെട്ട ഉദ്ദേശം നിലവിലുണ്ടായിരുന്ന ഭരണകൂടത്തെ അട്ടിമറിച്ച് ബംഗ്ലാദേശിനെ ഒരു മതരാഷ്ട്രമാക്കി മാറ്റുക എന്ന ഉദ്ദേശമായിരുന്നു അതിനുണ്ടായിരുന്നത്. അതിനുവേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകൾ പല മേഖലയിലും നടന്നു. ഏറ്റവും പ്രധാനമായിട്ടുള്ളത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഡീപ് സ്റ്റേറ്റിന്റെ പ്രവർത്തനം, അതിനോട് ബന്ധപ്പെട്ട് ഉള്ള ഒരു വലിയ ഇസ്ലാമിക മതഭീകരതയോട് ചേർന്ന് നിൽക്കുന്നവരുടെ ഒരു വലിയ ഇക്കോസിസ്റ്റത്തെ തയ്യാറാക്കിയെടുക്കുന്ന പ്രവർത്തനം. ഒരു സംഘടനയുടെ പേര് ഞാനിവിടെ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. അനേകം NGOs, അനേകം സംഘടനകൾ ഈ കാര്യത്തിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നിനെ കുറിച്ച് മാത്രം, നാഷണൽ എൻഡോവ്മെന്റ് ഫോർ ഡെമോക്രസി എന്ന് പറയുന്നതായ ഒരു NGO, അതിന്റെ ഒരു ഉപഘടകം എന്ന നിലയിൽ പ്രവർത്തിക്കുന്ന സൗത്ത് ഏഷ്യൻ പെർസ്പെക്റ്റീവ്, SAP. ഈ SAPയും NEDയും, നാഷണൽ എൻഡോവ്മെന്റ് ഫോർ ഡെമോക്രസിയും സൗത്ത് ഏഷ്യൻ പെർസ്പെക്റ്റീവും നടത്തിയ പ്രധാനപ്പെട്ട തയ്യാറെടുപ്പ് ഇത് ഭാരതത്തിലും പ്രസക്തമാണ്, ഭാരതീയരും കരുതിയിരിക്കേണ്ടതാണ്. ഓൾറെഡി നേരത്തെ തന്നെ ഇത്തരം പ്രവർത്തനങ്ങൾ ഭാരതത്തിൽ പല ഭാഗത്തും നടക്കുന്നു. ഇതിന്റെ സമാന്തരങ്ങൾ നമുക്ക് കണ്ടെത്താൻ കഴിയും. അതുകൊണ്ടാണ് സൂചിപ്പിക്കുന്നത്. 4-5 വർഷങ്ങളായി യൂണിവേഴ്സിറ്റികളെ കേന്ദ്രീകരിച്ചുകൊണ്ട്, ഢാക്ക യൂണിവേഴ്സിറ്റി ആയാലും ബാർക്ക് ആയാലും NSU ആയാലും അനേകം പ്രധാനപ്പെട്ട യൂണിവേഴ്സിറ്റികളെ കേന്ദ്രീകരിച്ചുകൊണ്ട് വിദ്യാർത്ഥികളിൽ അരാജകത്വം വളർത്തുകയും ഭരണകൂടത്തിനെതിരായിട്ടുള്ള പ്രക്ഷോഭത്തെ ശാസ്ത്രീയമായി എങ്ങനെ നടത്താം എന്നും അതിനുവേണ്ടി സോഷ്യൽ മീഡിയ എങ്ങനെ ഉപയോഗിക്കണമെന്നും അതിനുവേണ്ടി നടത്തപ്പെടുന്ന പ്രസംഗങ്ങളുടെ ഊന്നലുകൾ എന്തായിരിക്കണമെന്നും
പരിപാടികളിലെ മുദ്രാവാക്യം വിളിക്കുന്ന ശൈലി എങ്ങനെയായിരിക്കണമെന്നും, മുദ്രാവാക്യത്തോടൊപ്പം തന്നെ നമ്മളിവിടെ ഈ പരിപാടിയുടെ തുടക്കത്തിൽ ഒരു മുദ്രാവാക്യം വിളി കേട്ടു. ദൂരെ നിന്നും അതൊരു ട്രെയിനിങ് ഇല്ലാത്ത മുദ്രാവാക്യം വിളിയാണ്, ട്രെയിനിങ് ഇല്ലാത്ത. അതുകൊണ്ടാണ് വിളിച്ചു കൊടുക്കുന്ന ആളുടെ ഒപ്പം മൈക്കിന്റെ അടുത്ത് വേറെ ആരുമില്ല. അതുകൊണ്ട് ഈ വിളിച്ചു കൊടുക്കുന്ന ആളുടെ ശബ്ദം മാത്രമേ ദൂരെ കേൾക്കുള്ളൂ. നിങ്ങൾ എല്ലാവരും ചേർന്ന് വിളിക്കുന്നത് ഈ മൈക്കിൽ കൂടി കേൾക്കില്ല. ഞാൻ പറഞ്ഞത് അതിനും ഒരു ശാസ്ത്രമുണ്ട്, അതിനും ഒരു കലയുണ്ട്. ആ കലയും ശാസ്ത്രവും പഠിപ്പിക്കുന്ന, അതിനുവേണ്ടി ഡോള് മുട്ടേണ്ടത് എങ്ങനെയാണ്. നിങ്ങൾ ചിലരൊക്കെ കുറച്ചു കാലം മുമ്പ് ഭാരത് കെ ബർബാദി തക് ജംഗ് രഹെങ്കെ എന്ന് പറഞ്ഞ് മുദ്രാവാക്യം വിളിക്കുന്ന JNUവിലെ വിദ്യാർത്ഥികളെ, ജാദവ്പൂരിലെ വിദ്യാർത്ഥികളെ, HSUവിലെ വിദ്യാർത്ഥികളെ ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇതിനെല്ലാം ഒരു പാറ്റേൺ ഉണ്ട്. ആ മുദ്രാവാക്യം വിളിക്ക്, ആ ഒരു നാടകാവതരണത്തിന്, അവിടുത്തെ പ്രസംഗങ്ങൾക്ക്, പ്രസംഗം നടത്തുന്നവരുടെ വേഷവിഭാഗത്തിന്, കഴുത്തിലൂടെ കെട്ടിത്തൂക്കിയിടുന്ന പുതപ്പിന്റെ വലിപ്പത്തിന്, എല്ലാത്തിനും സമാന സ്വഭാവം നിങ്ങൾ കാണാം. ഒന്നെടുത്ത് പിന്നോട്ട് തിരിഞ്ഞ ആ വീഡിയോകളൊന്ന് പരിശോധിച്ചാൽ മതി. ഇത് ഈ NEDയും സാപ്പും ചേർന്ന് നടത്തിയ നിരവധിയായ പരിശീലനങ്ങൾ. അത്തരം പരിശീലനങ്ങളിൽ കുറച്ചു കാലങ്ങളായിട്ട് നമ്മുടെ കേന്ദ്രത്തിലെ പ്രതിപക്ഷ നേതാവും പങ്കെടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇടയ്ക്കിടയ്ക്ക് അദ്ദേഹത്തെ കാണാതെ പോവുകയും അവിടെയൊക്കെ പോയി പരിശീലനം നടത്തി തിരിച്ചു വരികയും ചെയ്യുന്ന നമ്മൾ കാണുന്നു. അങ്ങനെ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി നടത്തിപ്പോന്ന പരിശീലനം അരാജകത്വം വളർത്തുകയും പ്രക്ഷോഭത്തെ അതിന്റെ ഒരു പീക്കിലേക്ക് എത്തിച്ച ശേഷം എന്തും ചെയ്യാൻ പാകത്തിന് വിദ്യാർത്ഥികളെ മാറ്റി തീർക്കുകയും ചെയ്യാം. അതിനിടയിലേക്ക് കുറച്ചു മാത്രം മിസ്ക്രിയൻസ്, കുറച്ചു മാത്രം കുഴപ്പക്കാർ, ബാക്കി സാധാരണ ജനം കുഴപ്പം ചെയ്തുകൊള്ളും. അതാണ് ഇതിന്റെ സൈക്കോളജി, അതിന്റെ മനഃശാസ്ത്രം. അതാണ് ഓഗസ്റ്റ് 4-നും 5-നും ധാക്കയുടെ തെരുവീഥികളിൽ കണ്ടത്. അതാണ് ധാക്കയുടെ കേന്ദ്രസ്ഥാനത്തുള്ള ഷെയ്ഖ് ഹസീനയുടെ കൊട്ടാരത്തിന്റെ വീടിന്റെ ഉള്ളിൽ കടന്നു കയറി അവർ നടത്തിയത്. അതിനു വേണ്ടിയിട്ടുള്ള മനഃശാസ്ത്രപരമായ പരിശീലനം, പഠന ഗവേഷണങ്ങൾ നടത്തിയിട്ടുള്ള ആളുകൾ നടത്തിക്കൊടുത്ത പരിശീലനത്തിന്റെ ഫലമായിട്ടാണ് ഇത്രയും വലിയൊരു ആക്രമണം നടന്നത്. ഇതിനോടൊപ്പം സമാന്തരമായി ചൈനയും അമേരിക്കയും ഏതെങ്കിലും ഒരു ശക്തി മാത്രമല്ല, ചൈനയും അമേരിക്കയും അതിശക്തമായി ഇക്കാര്യത്തിൽ ഇടപെട്ടു. ഡൊണാൾഡ് ലൂ, ചില പേരുകൾ ഓർക്കാൻ വേണ്ടിയിട്ടെങ്കിലും നമ്മൾ ഒന്ന് പറയേണ്ടത് ആവശ്യമാണെന്ന് ഞാൻ കരുതുകയാണ്. ഡൊണാൾഡ് ലൂവിന്റെ പേര് നിങ്ങൾ ഈ അന്താരാഷ്ട്ര പൊളിറ്റിക്സിൽ കേട്ടിട്ടുണ്ടാവും. പാകിസ്ഥാനിലെ ഇമ്രാൻഖാനെ അട്ടിമറിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം നിയോഗിക്കപ്പെട്ട ഡൊണാൾഡ് ലൂ. ആ ഡൊണാൾഡ് ലൂ അവിടുത്തെ ഒരു അസിസ്റ്റന്റ് സെക്രട്ടറിയാണ് അമേരിക്കയുടെ. അദ്ദേഹം പലവട്ടം ധാക്ക സന്ദർശിക്കുകയും അവാമി ലീഗ് നേതാക്കന്മാരെയും ജമാഅത്തെ ഇസ്ലാമിയുടെ നേതാക്കന്മാരെയും അപ്പോൾ നിരോധിക്കപ്പെട്ടിരുന്ന ടെററിന്റെ നേതാക്കന്മാരെയും പ്രത്യേകമായി കണ്ട് നടത്തിയ ചർച്ചകൾ ഇതിന്റെ മുന്നിൽ പ്രവർത്തിച്ചിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാം. ഞാൻ വളരെ കൂടുതൽ ഇതിന്റെ ഓരോ ടൈം ലൈനും പറയുന്നില്ല. അതേപോലെ തന്നെ ഇന്നും ഇന്നലെയും മിനിഞ്ഞാന്നുമായി നിങ്ങൾ ദേശീയ പത്രങ്ങളിൽ ചിലത്, ദേശീയ മാധ്യമങ്ങളിൽ ചിലത് നോക്കിയാൽ, നേരത്തെ സ്വാമിജി പറഞ്ഞതുപോലെ കേരളത്തിലെ മാധ്യമങ്ങൾ നോക്കിയാൽ ഇത് കാണാൻ കഴിയില്ല, വലിയ പ്രയാസമാണ്. അതിൽ കാണാം ധാക്ക കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ബാംഗ്ലാദേശിലെ ജമാഅത്ത് ഇസ്ലാമിയുടെയും ടെററിന്റെ മേലുള്ള നിരോധനം ഇപ്പൊ പിൻവലിച്ചു കഴിഞ്ഞിരിക്കുന്നു. അവരിപ്പോ ഉള്ളത് ബീജിംഗിലാണ്, അവിടെ ചർച്ചയിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ രണ്ടു വൻശക്തികൾക്കും ബാംഗ്ലാദേശിൽ പ്രത്യേക താല്പര്യമുണ്ട്. ആ താല്പര്യത്തിന്റെ കാരണം എന്താ? ആ കാരണം കൂടി മനസ്സിലാക്കിക്കൊണ്ടാണ് ഭാരതമെമ്പാടും ഇത്തരം പ്രതിഷേധം നമ്മൾ നടത്തുന്നത്. ആ താല്പര്യത്തിന്റെ കാരണം ഭാരതത്തിന്റെ ശക്തിപ്പെടലാണ്. ഭാരതം ശക്തിയാർജിച്ച് മുന്നോട്ട് വരുമ്പോൾ ഭാരതത്തെ വളഞ്ഞിട്ടാക്രമിക്കാൻ ഇടവും വലവും രണ്ട് ഭാരത ശത്രുക്കളെ ആയുധം കൊടുത്ത് ശക്തിപ്പെടുത്തുക എന്നതാണ് ഇതിന്റെ ഉദ്ദേശം. പാകിസ്ഥാൻ നേരത്തെ തന്നെ നമുക്കെതിരായി നിൽക്കുകയാണ്. ഈ രണ്ടു കൂട്ടർക്കും ഭാരതത്തിന്റെ നേരെ സാമ്പത്തികമായ ആക്രമണമായാലും സൈനികമായ ആക്രമണമായാലും
ജനാധിപത്യ അട്ടിമറിക്ക് വേണ്ടിയുള്ള പ്രവർത്തനം നടത്താനുള്ള ഒത്താശ പാകിസ്ഥാന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നു. എന്നാൽ ബംഗ്ലാദേശിന്റെ ഭാഗത്തുനിന്ന് കഴിഞ്ഞ കുറച്ച് നാളുകളായി 4 ടേമായി ഷേഖ് ഹസീന ഭരിക്കുമ്പോൾ, ഞാൻ പറയുന്നില്ല ഷേഖ് ഹസീന എല്ലായ്പ്പോഴും ഭാരതത്തെ പിന്തുണച്ചു എന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ ജനാധിപത്യ വ്യവസ്ഥയിലും അല്പമൊക്കെ മതേതര സംവിധാനത്തിലും വിശ്വാസമുള്ള ഭരണാധികാരി തന്നെയായിരുന്നു ഷേഖ് ഹസീന. അതുകൊണ്ട് തന്നെ അമേരിക്കയുടെ കള്ളക്കളിയെയും അമേരിക്കയ്ക്ക് സെയിന്റ് മാർട്ടിൻ ദ്വീപിന്റെ മേലുള്ള കണ്ണിനെ ഷേഖ് ഹസീന അതിശക്തമായി എതിർത്തു. എന്റെ കൊക്കിൽ ജീവനുള്ളിടത്തോളം കാലം ബംഗ്ലാദേശിൽ മറ്റു രാഷ്ട്രങ്ങൾക്ക് വിരുദ്ധമായ ഒരു കേന്ദ്രം പണിയാൻ അനുവദിക്കില്ല എന്ന് അവർ പ്രഖ്യാപിച്ചു. ഇത് അമേരിക്കയ്ക്ക് വളരെ വലിയ തോതിലുള്ള പ്രശ്നങ്ങൾക്ക് കാരണമായി. ക്ലിന്റൺ ഫൗണ്ടേഷനും ഫോർഡ് ഫൗണ്ടേഷനും ഇവരൊക്കെ ഇത്തരം പ്രവർത്തനങ്ങൾക്ക് വൻതോതിൽ കോടിക്കണക്കിന് ഡോളർ ചെലവഴിക്കാൻ തയ്യാറായി നിൽക്കുകയാണ്. അവര് ഗ്രാമീണ ബാങ്ക്, ബംഗ്ലാദേശിലെ ഗ്രാമീണ ബാങ്ക്, ഇത് നമ്മൾ കേട്ടിട്ടുണ്ട്. ഈ ഗ്രാമീണ ബാങ്കിനും ഈ മുഹമ്മദ് യൂനൂസിനും കൂടിയിട്ടാണ് നോബൽ പ്രൈസ് കിട്ടിയത്. നോബൽ പ്രൈസ് എന്തിനാ? സാമ്പത്തിക ശാസ്ത്രത്തിനാണോ? അല്ല, ഫിസിക്സിനാണോ? കെമിസ്ട്രിക്കാണോ? സമാധാനത്തിന്, ലോക സമാധാനത്തിന് മുഹമ്മദ് യൂനൂസ് നടത്തിയ സംഭാവനയ്ക്ക് നോബൽ പ്രൈസ് കിട്ടി. ഗ്രാമീണ ബാങ്കിന്റെ സ്ഥാപകൻ എന്ന നിലയിൽ സ്ഥാപകനും അവാർഡ് കിട്ടി. ഇത്തരം സമ്മേളനങ്ങളിലൂടെ പറഞ്ഞു വരുന്നതിന്റെ ഒപ്പം നിൽക്കുന്ന വിഷയം അല്ലെങ്കിലും അവസാനം പറയാനിരുന്നാണ്, ഒരുപക്ഷെ വിട്ടുപോയെങ്കിലോ എന്ന് വിചാരിച്ചാൽ ഇപ്പൊ പറയുകയാണ്. ഇത്തരം സമ്മേളനങ്ങളിലൂടെ അതിശക്തമായി നോബൽ കമ്മിറ്റിയുടെ മുമ്പാകെ ഒരു ആവശ്യം ഭാരതം ഉയർത്തേണ്ടതാണ്. സമാധാനത്തിന്റെ പേരിൽ കൊടുത്തിരിക്കുന്ന നോബൽ സമ്മാനം ഈ നരാധമനായ മനുഷ്യ കൊലയാളിയിൽ നിന്ന് തിരിച്ചെടുക്കണം എന്ന് ആവശ്യപ്പെടുകയാണ്. അതിന് വകുപ്പുണ്ടോ നിയമമുണ്ടോ എന്നൊക്കെ ഉള്ളത് രണ്ടാമത്തെ കാര്യം. കാരണം അത്രയേറെ ആളുകൾ കൊല ചെയ്യപ്പെട്ട് കഴിഞ്ഞിരിക്കുക. ഈ ഗ്രാമീണ ബാങ്കിന് അവിടെ അന്തഛിദ്രം വളർത്താൻ, സാമ്പത്തിക അക്രമങ്ങൾ നടത്താൻ കോടികളുടെ സംഭാവനയാണ് ഫോർഡ് ഫൗണ്ടേഷനും അതേപോലെ തന്നെ ക്ലിന്റൺ ഫൗണ്ടേഷനും. ഹിലാരി ക്ലിന്റൺ വലിയ തോതിൽ തന്നെ ഇത്തരം പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരുന്നു. അതിനുശേഷം ബൈഡൻ സർക്കാരും വൻതോതിലുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടു. വേറൊരു പ്രധാനപ്പെട്ട ശക്തി നേരത്തെ ഞാൻ സൂചിപ്പിച്ചു കഴിഞ്ഞതാണ്, അവാമി ലീഗ്. അവിടുത്തെ ചെറുകിട ബിസിനസ്സുകാര്, സാമ്പത്തിക ശക്തികളുടെ ഒരു പിണിയാളെന്ന നിലയിൽ അവാമി ലീഗിന്റെ പ്രവർത്തനം, ജമാഅത്തെ ഇസ്ലാമി, ബ്യൂറോക്രാറ്റ്സിന്റെ ഇടയിലുള്ള ജമാഅത്തെ ഇസ്ലാമിയുടെ ശക്തി, പലവട്ടം ആവർത്തിച്ച തരാറിന്റെ പ്രവർത്തനം, ഭീകര പ്രസ്ഥാനം, ഒരു വലിയ ഖിലാഫത്ത് ആയിട്ട് മാറണം, ബംഗ്ലാദേശ് കേന്ദ്രീകരിച്ചുകൊണ്ട് ലോകത്ത് ഇസ്ലാമിക ഭരണം വരണം എന്ന ആവശ്യം. ഈ 3 ശക്തികളും ഇത്തരം വിദേശ ശക്തികളും ഒക്കെ ചേർന്ന് നടത്തിയ ഒരു വലിയ ഗൂഢാലോചനയുടെ ഫലമെന്ന നിലയ്ക്കാണ് ഇപ്പോൾ ഈ കൊടിയ ആക്രമണങ്ങൾ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഞാൻ സൂചിപ്പിച്ചു, ഭാരതത്തിലെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ, ആ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്കും ഈ അക്രമങ്ങളിൽ അല്ലെങ്കിൽ ആ അക്രമങ്ങളോട് പുലർത്തുന്ന മൗനം കൊണ്ട് അതിൽ പങ്കുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഒരു പേര് ഞാനിവിടെ പറയാൻ ആഗ്രഹിക്കുകയാണ്, താരിഖ് റഹ്മാൻ. ഈ താരിഖ് റഹ്മാൻ BNPയുടെ, ബംഗ്ലാദേശ് നാഷണൽ പാർട്ടിയുടെ ഇപ്പോഴത്തെ ആക്ടിംഗ് ചെയർമാനാണ്. കൊടിയ ഭീകരവാദിയാണ്. ആ താരിഖ് റഹ്മാൻ ജയിലിനുള്ളിലായിരുന്നു. പിന്നീട് ലണ്ടനിൽ പോയി അവിടെ കേന്ദ്രീകരിച്ചുകൊണ്ട് പ്രവർത്തിക്കുകയായിരുന്നു. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലാണ് സമീപകാലത്ത് കഴിഞ്ഞ 1.5 വർഷങ്ങൾക്കിടയിൽ ഇന്ത്യ ഔട്ട് എന്ന് പറയുന്നതായ ഒരു വലിയ ക്യാമ്പയിൻ ബംഗ്ലാദേശിൽ ആരംഭിച്ചു. ഇന്ത്യ ഔട്ട്, ഇന്ത്യ പുറത്തു പോകണം എന്നതാണ് ആവശ്യം. ഈ ഇന്ത്യ ഔട്ട് ക്യാമ്പയിൻ മാലദ്വീപ് മാതൃകയിൽ നടത്തണമെന്നാണ് താരിഖ് റഹ്മാൻ. മാലദ്വീപിന്റെ പറ്റിയ അപകടം എന്താണെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. മാലദ്വീപ് ഭാരതത്തിനെതിരായി നടത്തിയ ക്യാമ്പയിൻ, ഭാരതത്തിനെതിരായി നടത്തിയ ആ ക്യാമ്പയിൻ എങ്ങനെ തിരിച്ചടിച്ചു എന്നൊക്കെ ഉള്ളത് അറിയാം. പക്ഷേ താരിഖ് റഹ്മാൻ നടത്തിയ ഈ
ബീഗം ഖാലിദയുടെ മകനുമാണ് താരിഖ് റഹ്മാൻ. പക്ഷേ ഈ റഹ്മാന്റെ പേര് ഞാനിവിടെ ഉദ്ധരിക്കാനുള്ള കാരണം ഭാരതത്തിന്റെ പ്രതിപക്ഷ നേതാവ് എന്ന പദത്തിലിരിക്കുന്ന ആൾ, അദ്ദേഹം ലണ്ടനിൽ വെച്ച് ഈ വർഷം ആദ്യം താരിഖ് റഹ്മാനുമായി ഒരു ക്ലോസ്ഡ് റൂം ചർച്ച ദീർഘനേരത്തേക്ക് നടത്തി. എന്തിനാണ് നടത്തിയത് എന്നറിയില്ല. കാരണം ഈ റഹ്മാന്റെ ക്രെഡൻഷ്യൽസ്, ബാക്ക്ഗ്രൗണ്ട് എന്താണ്? പ്രധാനമായും ഇന്ത്യ ഔട്ട് ക്യാമ്പയിന്റെ നേതൃത്വം കൊടുക്കുന്ന ആളാണ് ഈ റഹ്മാൻ. എന്തിനായിരിക്കും ഭാരതത്തിന്റെ പ്രതിപക്ഷ നേതാവ് ആ വ്യക്തിയെ ലണ്ടനിൽ വെച്ച് സ്വകാര്യമായി കണ്ടുമുട്ടി? ഇത് പത്രമാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തതാണ്. റിപ്പോർട്ട് ചെയ്യുമ്പോൾ ബംഗ്ലാദേശിൽ നിന്നുള്ള അവാമി ലീഗിന്റെ നേതാവിനെ, അതിന്റെ ആക്റ്റീവ് ചെയർമാനെ കണ്ടു എന്ന് മലയാള മനോരമയും മാതൃഭൂമിയും ഒക്കെ റിപ്പോർട്ട് ചെയ്യുള്ളൂ. പക്ഷേ ഈ താരിഖ് റഹ്മാന്റെ പശ്ചാത്തലം എന്താ? അവിടെ നിലനിൽക്കുന്ന ഭരണകൂടത്തെ അട്ടിമറിക്കുകയോ ജനാധിപത്യ രീതിയിൽ തന്നെ മാറ്റി സ്വയം ഭരണത്തിൽ വരാനൊക്കെയുള്ള അവകാശം അദ്ദേഹത്തിനുണ്ട്. പക്ഷേ ഭീകരവാദികളെ മുന്നിൽ നിർത്തിക്കൊണ്ട് നടത്തുന്ന ഒരു വലിയ ആക്രമണത്തിന്, ഇന്ത്യ ഔട്ട് ക്യാമ്പയിൻ നടത്തുന്നതിന്, മാലദ്വീപ് മോഡൽ ഇന്ത്യക്കെതിരായിട്ടുള്ള പ്രവർത്തനം നടത്തണമെന്ന് തുടർച്ചയായി വാദിക്കുന്ന ഈ ഭീകരവാദിയുമായി ഭാരതത്തിന്റെ പ്രതിപക്ഷ നേതാവിന് എന്താണ് ബന്ധം? ഇവിടെയാണ് ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ച പാർലമെന്റിൽ, ഇംഗ്ലീഷ് പാർലമെന്റിൽ പോലും ചർച്ച നടക്കുന്നു ബാംഗ്ലാദേശിലെ കൂട്ടക്കൊലയെക്കുറിച്ച്. പക്ഷേ ഭാരതത്തിലെ മതേതര പുരോഗമന പ്രതിപക്ഷ കക്ഷികൾ എന്ന് പറയുന്നവർക്ക് ഹിൻഡൻബർഗ് ഉണ്ടാക്കി കൊടുത്ത ഒരു കള്ള റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ പാർലമെന്റിനെ ബഹിഷ്കരിക്കുകയും സ്തംഭിപ്പിക്കുകയുമാണ് ഈ സമയത്ത് പ്രധാനപ്പെട്ട ദൗത്യം. അതിന്റെ കാരണങ്ങളിലേക്കാണ് കടക്കുന്നത്. വേറൊരു പ്രധാനപ്പെട്ട വ്യക്തിയെ കുറിച്ചുകൂടി ഇവിടെ സൂചിപ്പിക്കേണ്ടതുണ്ട്. നാഷണൽ എൻഡോവ്മെന്റ് ഫോർ ഡെമോക്രസി NED, അതിന്റെ ഒരു സഹോദര പ്രസ്ഥാനം പോലെ നടത്തുന്ന, ഡീപ് സ്റ്റേറ്റിന്റെ വർക്ക് പ്രധാനമായി നടത്തുന്ന സൗത്ത് ഏഷ്യ പെർസ്പെക്റ്റീവ് ഉണ്ട്, SAP. അതിന്റെ 4 പ്രധാനപ്പെട്ട അംഗങ്ങൾ, എല്ലാവരുടെയും പേര് ഇത്തരം പൊതുയോഗത്തിൽ പറയുന്നത് കൊണ്ട് വലിയ അർത്ഥമൊന്നുമില്ല. വില്യം മെലാൻ, ജോൺ ഡെലോവേഴ്സ്, മുസ്ഫിഖുൽ ഫസൽ അൻസാരി. ആ പേര് പ്രത്യേകമായി പറയണം. ഈ മുസ്ഫിഖുൽ ഫസൽ അൻസാരി ആണ് ഡൽഹിയിലെ മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ അഴിമതി കേസിൽ അറസ്റ്റ് ചെയ്യപ്പെട്ടപ്പോൾ ആ കേസ് ഐക്യരാഷ്ട്രസഭയിൽ ഉയർത്തിയ വ്യക്തിയാണ് മുസ്ഫിഖുൽ ഫസൽ അൻസാരി. ആ അൻസാരി സാപ്പിലെ പ്രധാനപ്പെട്ട മെമ്പറാണ്. അദ്ദേഹത്തിന് നേരത്തെ പറഞ്ഞതുപോലെ ഏറ്റവും കൂടുതൽ അദ്ദേഹം എഴുതാറുള്ളത് വയർ എന്ന കുപ്രസിദ്ധമായ ഭാരത വിരുദ്ധ മാധ്യമത്തിലാണ്. ഏറ്റവും കൂടുതൽ ഭാരതത്തിനെതിരായിട്ട് ഇപ്പൊ ബസ്താർ ഇഷ്യൂ ഒക്കെ നടക്കുമ്പോൾ, നക്സൽ ഇഷ്യൂ ഒക്കെ നടക്കുമ്പോൾ വയറിൽ ഏറ്റവും കൂടുതൽ എഴുതുന്ന ആളാണ്. അരവിന്ദ് കെജ്രിവാളുമായിട്ടും മാത്രമല്ല, ഇദ്ദേഹത്തിന് ഭാരതത്തിന്റെ പ്രതിപക്ഷ കക്ഷി നേതാക്കളുമായിട്ടും വളരെ അടുത്ത ബന്ധമുള്ള ആളാണ്. ഈ മുസ്ഫിഖുൽ അൻസാരി, സാപ്, NED തുടങ്ങിയ പ്രസ്ഥാനങ്ങൾ അതിശക്തമായി ഭാരതത്തിന് എതിരായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവരുമായി തുറന്നും ഒളിഞ്ഞും ബന്ധപ്പെടുന്നതിന്റെ ആവശ്യം എന്താണ് നമ്മുടെ നാട്ടിലെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്ക് എന്ന ചോദ്യം ഉയർത്തപ്പെടേണ്ട അവസ്ഥ കൂടിയാണ്, സാഹചര്യം കൂടിയാണിത് എന്ന് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ഇതിനോടകം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ 2000 മുതൽ 3000 വരെ കൊടിയ ക്രൂര സംഭവങ്ങൾ ഓഗസ്റ്റ് 4 മുതൽ ഇന്ന് ഡിസംബർ 1 വരെ അവിടെ സംഭവിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. സർക്കാർ കണക്കുകൾ അനുസരിച്ച് 400-ൽ പരം, സർക്കാർ കണക്കാണ്, അത് എത്രയോ ഇരട്ടിയായിരിക്കും കൊലപാതകങ്ങൾ. 400-ൽ പരം ആളുകൾ കൊല ചെയ്യപ്പെട്ടിരിക്കുന്നു. കൊല ചെയ്യുന്ന രീതിയൊക്കെ നേരത്തെ സ്വാമിജി പറഞ്ഞു. പശുവിനെ അടിച്ചടിച്ചടിച്ചു കൊന്ന് ആ മരണത്തിൽ നിന്ന് കേൾക്കുന്ന നാദത്തിൽ ഒരു ഉന്മാദം പൂണ്ടുകൊണ്ട് അലറി നടക്കുന്ന ജിഹാദി ഭീകരന്മാർ അതേ മട്ടിലാണ് മനുഷ്യരെയും കൈക്കോട്ടിന്റെ പുറം കൊണ്ടുവരെ അടിച്ചടിച്ചു കൊല്ലുന്നത്.
നടന്നുകൊണ്ടിരിക്കുകയാണ്. 1.25 ലക്ഷം ഹിന്ദുക്കളാണ് പ്രധാനപ്പെട്ട നഗരങ്ങളിൽ നിന്ന് പുറന്തള്ളപ്പെട്ടിട്ടുള്ളത്. 1.25 ലക്ഷം ആളുകൾ. അവിടുത്തെ ഹിന്ദുക്കളും പ്രധാനപ്പെട്ട ന്യൂനപക്ഷ മതവിഭാഗങ്ങളും ജോലി ചെയ്തിരുന്നത് സർക്കാർ സ്ഥാപനങ്ങളിലെ സ്കൂളുകളിലെ അധ്യാപകരൊക്കെ ആയിട്ടാണ്. ഇന്ന് കിട്ടിയൊരു കണക്ക് പ്രകാരം 1500 ഹിന്ദു അധ്യാപകരാണ് ബലാൽ രാജിവെക്കപ്പെട്ടിട്ടുള്ളത്. ബലാൽ പിടിച്ചു നിർത്തി രാജിവെപ്പിച്ചിട്ടുള്ളത്. അവർക്കിന്ന് ജോലിയില്ല, കഴിഞ്ഞുകൂടാനുള്ള പൈസ ഇല്ലാത്ത അവസ്ഥയാണ്. ഇതാണ് അവിടെ ഇപ്പോഴത്തെ ഏറ്റവും പ്രധാനപ്പെട്ട സാഹചര്യം. കഴിഞ്ഞതിന്റെ അങ്ങേ മാസം ഒക്ടോബർ ആദ്യം ഢാക്ക യൂണിവേഴ്സിറ്റിയിലെ വളരെ പ്രസിദ്ധമായ ഢാക്ക യൂണിവേഴ്സിറ്റിയിലെ ഒരു പ്രധാനപ്പെട്ട ഒരു ഐക്കോണിക് സെന്ററാണ് മധുർ ക്യാൻറ്റീൻ. എന്റെ പേര് തന്നെ മധുർ ക്യാൻറ്റീൻ എന്നാണ്. ആ മധുർ ക്യാൻറ്റീൻ മധുസൂദൻ ഡേ എന്ന് പറയുന്നതായ 71 ബംഗ്ലാദേശ് മുക്തിയുടെ സമരം നടത്തുമ്പോൾ ബംഗ്ലാദേശിന് വേണ്ടി ജീവൻ ബലിയർപ്പിച്ച ഒരു ധീരനായ ഹിന്ദു നേതാവാണ് മധുസൂദൻ ഡേ. മധുസൂദൻ ഡേയുടെ അച്ഛൻ സ്ഥാപിച്ചതാണ് ഢാക്ക യൂണിവേഴ്സിറ്റിയിലെ ആ ക്യാൻറ്റീൻ. ആ ക്യാൻറ്റീൻ 1921 മുതൽ പ്രവർത്തിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഢാക്ക യൂണിവേഴ്സിറ്റിയിലൊക്കെ പോയിട്ടുള്ള ആൾക്കാർക്ക് പ്രത്യേകമായി അറിയുന്നതാണ് അവിടുത്തെ ഒരു പ്രധാനപ്പെട്ട കേന്ദ്രമാണ് ഈ മധുർ ക്യാൻറ്റീൻ. ആ മധുർ ക്യാൻറ്റീന്റെ ഉള്ളിൽ ഒരു പശുവിനെ കൊണ്ടുവന്ന് ഈ ടെററിസ്റ്റ് ഗ്രൂപ്പിൽപ്പെട്ട ആളുകൾ ഒരു വിഭാഗം കൊണ്ടുവന്നു എന്നത് വസ്തുത. കൊന്ന് ബീഫ് ഹിന്ദുക്കളെ തീറ്റിക്കാൻ ശ്രമിച്ചു എന്നതാണ് ഒരു വാർത്ത ഇന്ന് സമൂഹ മാധ്യമങ്ങളിൽ നിലനിൽക്കുന്നത്. കൊണ്ടുവന്നു എന്നതും ബീഫ് വേണം മധുർ ക്യാൻറ്റീനിൽ എന്ന ആവശ്യം ഉന്നയിച്ചു എന്നതിന് തെളിവ് കൃത്യമായിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ഈ മധുർ ക്യാൻറ്റീൻ തെരഞ്ഞെടുത്തത്? അത് ബംഗ്ലാദേശിന്റെ മുക്തിക്ക് വേണ്ടി ജീവൻ ബലിയർപ്പിച്ച ഒരു ഹിന്ദു നേതാവിന്റെ പേരിൽ നടക്കുന്ന സ്ഥാപനമാണ്. അതുകൊണ്ടാണ് ആ സ്ഥാനം തെരഞ്ഞെടുത്തത്. ഗോഹത്യ നടത്തുന്നതിന് വേണ്ടി ഇതിൽ പരം പറ്റിയ സ്ഥലം കിട്ടാനില്ല എന്ന് നിശ്ചയിച്ചുകൊണ്ട് ഒരു സന്ദേശം നൽകുന്നതിന് വേണ്ടിയിട്ടാണ് ശ്രമിച്ചത്. ഞാനിത് പറയുന്നത് കണ്ണൂരിൽ നിന്നിട്ടാണ്. ഈ കണ്ണൂര് എന്നെ കേൾക്കുന്ന ആൾക്കാർക്കൊക്കെ അറിയാം, കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ബീഫ് ഫെസ്റ്റിവലൊക്കെ കേരളത്തിൽ നടക്കുമ്പോൾ ഈ കണ്ണൂരെ ഒരു നേതാവ് എന്ത് കുറ്റിയാണോ എനിക്കറിയില്ല, അയാളെ ഈ ടൗണിൽ വെച്ച് ഒരു പാവപ്പെട്ട പശുക്കിടാവിനെ അറുത്ത് ഗോമാംസം ഒരു ദിവസത്തേക്കെങ്കിലും പ്രത്യക്ഷമായ കശാപ്പുകാരനാവുകയും ഇറച്ചി വിൽപ്പന നടത്തിയ വാർത്ത ഇപ്പോഴും സമൂഹ മാധ്യമങ്ങളിലുണ്ട്. എന്തൊരു സമാനത ഒന്ന് ആലോചിച്ച് നോക്കും. എന്തൊരു സമാനത! എവിടുന്നാണ് ഇവർക്ക് ഈ തരത്തിലുള്ള പരിശീലനം കിട്ടുന്നത്? സമാനമായ ഈ പരിശീലനം, സമാനമായ മുദ്രാവാക്യങ്ങൾ, സമാനമായ ഗാനശൈലികൾ, സമാനമായ അരാജക പ്രചരണം ഇതിവരിലെല്ലാം കാണാൻ കഴിയുന്നു എന്നത് നമ്മെ സംബന്ധിച്ചിടത്തോളം വളരെയേറെ വലിയ ഒരു അപകടകരമായ സൂചനകളാണ് നമ്മുടെ മുമ്പിൽ തരുന്നത്. ഗോശാലകളിലേക്ക് കടന്നു എന്ന് ചിലർ പറയുന്നു. ഇസ്കോന്റെ ഗോശാലയ്ക്കുള്ളിൽ പോയി ഗോശാലയിലെ പശുക്കളെ അറുത്തുകൊല്ലുന്നു. ഢാക്ക യൂണിവേഴ്സിറ്റിയിലേക്ക് പ്രവേശിക്കുന്ന സ്ഥലത്ത് ദേശീയ പതാക, ഭാരതത്തിന്റെ ദേശീയ പതാകയിട്ട് അതിന്റെ മേലെ ചവിട്ടിമെത്തിച്ച് അകത്തേക്ക് കയറുന്നു. ആ ഢാക്ക യൂണിവേഴ്സിറ്റിയിലെ മധുർ ക്യാൻറ്റീനിൽ പശുവിനെ കൊല്ലുന്നു. സന്ദേശം നൽകുകയാണ്. അതിന് ഐക്യദാർഢ്യം വളരെ നേരത്തെ മുമ്പേ പ്രഖ്യാപിച്ചുകൊണ്ട് കണ്ണൂരും മറ്റും പരസ്യമായി ഗോഹത്യ നടത്തുന്നു. ഇവിടെയാണ് നമ്മൾ അപകടം മണക്കേണ്ടത്. ഭാരതത്തിലും ഇവിടെ ഈ കേരളത്തിലും, പ്രത്യേകിച്ച് ഉത്തര കേരളത്തിലും വലിയ വലിയ അപകടങ്ങളാണ് നാം ഉണർന്നില്ലെങ്കിൽ നമ്മളെ കാത്തിരിക്കുന്നത് എന്ന് നമ്മൾ തിരിച്ചറിയണം. സ്വാമിജി നേരത്തെ പറഞ്ഞില്ലേ, ഇവിടെ വന്നവർ ഇതൊക്കെ കേൾക്കുന്നുണ്ട്.
ഇതുവഴി പോകുന്നവര് എന്തോ ഒരു യോഗം നടക്കുന്നു, ഒരു സ്വാമിയൊക്കെ ഇരിക്കുന്നുണ്ട്, നടക്കട്ടെ എന്ന് പറഞ്ഞു പോകുന്നു, സീരിയല് തെറ്റാതെ കാണാൻ വേണ്ടിയിട്ട്. ഇത് ചെയ്തവരാണ് ഡാക്കയിലെ ഹിന്ദുക്കളും, ഇത് ചെയ്തവരാണ് കാശ്മീരിലെ ഹിന്ദുക്കളും. മുന്നറിയിപ്പുകൾ പലവട്ടം നൽകിയിട്ടും, പല മുന്നറിയിപ്പുകൾ നൽകിയിട്ടും കാശ്മീരിലെ കാശ്മീരി പണ്ഡിറ്റുകൾക്ക് 80-കൾക്ക് മുമ്പ് ഇത് ബോധ്യപ്പെട്ടിരുന്നില്ല, ഈ അപകടത്തെക്കുറിച്ച് ബോധ്യപ്പെട്ടിരുന്നില്ല. ഇത് മതവറിയോ മതവർഗീയതയോ അല്ല, ഒരു യാഥാർത്ഥ്യമാണ്. ലോകം ഇന്ന് നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു വലിയ യാഥാർത്ഥ്യമാണ്. അവസാനം എന്തായി? ഒഴിഞ്ഞു പോവുക കാശ്മീരിൽ നിന്ന്, അല്ലെങ്കിൽ മതം മാറുക, അല്ലെങ്കിൽ തുലയുക എന്ന മുദ്രാവാക്യം ഉയർത്തി സ്വന്തം വീട്ടുമുറ്റത്തെ കിരച്ചു കയറിയെത്തുമ്പോ ഒരു കയ്യിൽ വാളും ഒരു കയ്യിൽ തീയുമായി ചിലർ ഇരച്ചെത്തുമ്പോഴാണ് ബോധ്യപ്പെട്ടത് ഇനി ചിന്തിക്കാൻ സമയമില്ല, തങ്ങൾക്കെല്ലാം കൈമോശം വന്നുപോയി എന്ന്. ഈ ഒരു അവസ്ഥയിലേക്ക് കേരളം മാറാതിരിക്കണമെങ്കിൽ, ഈ ഒരു അവസ്ഥയിലേക്ക് ഭാരതം മാറാതിരിക്കണമെങ്കിൽ നമ്മൾ ഉണർന്നേ മതിയാവുകയുള്ളൂ എന്നതാണ് വസ്തുത. ഇവിടെയാണ് ഉത്തർപ്രദേശിന്റെ മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് പറഞ്ഞ ആ മന്ത്രം, ഞാനതിനെ മന്ത്രം എന്നാണ് പറയുന്നത്, ബട്ടേഗ തോ കട്ടേഗ. നമ്മൾ വിഭജിച്ച് നിന്നാൽ, ഉണരാതെ നിന്നാൽ, ഒന്നാണെങ്കിൽ സേഫ് ആണ് എന്ന പ്രധാനമന്ത്രിയുടെ ആ മുദ്രാമന്ത്രത്തിന്റെയും പ്രസക്തി വർദ്ധിക്കുന്നത്. ഒന്നാകണം, ഒന്നായാൽ പോരാ, ഒന്നിച്ചു നിൽക്കണം, ഒന്നിച്ചു നിന്നാൽ പോരാ, ഉണർന്നു നിൽക്കണം. ആ ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഹിന്ദു എന്നും എല്ലാവരെയും ഒരുമിച്ച് കൂട്ടി മുന്നോട്ട് പോകാൻ ശ്രമിച്ചിട്ടുള്ളവരാണ്. അവരൊരിക്കലും പറഞ്ഞിട്ടില്ല ഞങ്ങളുടെ മാർഗം മാത്രമാണ് ശരിയെന്ന്. എവിടെയും വാദിച്ച് ജയിക്കാൻ ശ്രമിച്ചിട്ടുമില്ല. പകരം ഹിന്ദു എന്നും പറഞ്ഞിട്ടുള്ളത് ഏകം സദഃവിപ്രാഹ ബഹുധാ വദന്തി എന്നാണ്. ഒന്നാണ് പരമസത്യം, ഈശ്വര സാക്ഷാത്കാരം. ആ ഈശ്വര സാക്ഷാത്കാരത്തിന് ഓരോ ബുദ്ധജനവും, ഓരോ ബുദ്ധിമാനായ ശ്രേഷ്ഠ ഋഷിയും പല പല മാർഗങ്ങൾ പറയുന്നു. ആ ഓരോ മാർഗത്തിലൂടെയും വേണ്ടും വണ്ണം സമർപ്പിത ചേതസായി തപസ്സനുഷ്ഠിച്ചാൽ അങ്ങെത്താം. ആകാശാൽ പതിതം തോയം യഥാ ഗച്ഛതി സാഗരം സർവദേവ നമസ്കാരം കേശവം പ്രതിഗച്ഛതി. ആകാശത്തിൽ നിന്ന് ജലം മഴയുടെ രൂപത്തിൽ, മഴത്തുള്ളിയുടെ രൂപത്തിൽ പലയിടത്തു നിന്നും പെയ്ത് താഴേക്ക് വീഴുന്നു. അത് പലയിടത്തും ശേഖരിച്ച അരുവികളായി, വന്നരുവികളായി, നദികളായി, മഹാനദങ്ങളായി പല വഴിയിലൂടെയും ഒഴുകും. വളഞ്ഞൊഴുകാം, നേരെ ഒഴുകാം, ഒന്ന് ചുറ്റി ഒഴുകാം. പക്ഷെ ഏതുവഴിയൊക്കെ ഒഴുകിയാലും കേശവം പ്രതിഗച്ഛതി, അത് എത്തിച്ചേരുക അവസാനം ഒരു ഈശ്വരന്റെ തൃപാദത്തിലേക്കാണ് എന്ന് പറയുന്ന ലോകത്തിലെ ഏറ്റവും ലിബറൽ ആയിട്ടുള്ള ധർമ്മമാണ് ഹിന്ദുവിന്റെ. ഏറ്റവും ലിബറലായി മറ്റെല്ലാ ദർശനങ്ങളും, മറ്റെല്ലാ പൊളിറ്റിക്കൽ വാദഗതികളും പരാജയപ്പെടുമ്പോഴും വിജയിച്ചു നിൽക്കുന്നത് ഒരൊറ്റ ദർശനമാണ്. ഞാൻ ഈ പറഞ്ഞ ലിബറലിസത്തിന്റെ, യഥാർത്ഥ ലിബറലിസത്തിന്റെ. യഥാർത്ഥ ലിബറലിസം ഇതല്ലെങ്കിൽ പിന്നെ എന്താണ്? ആസാദി ആസാദി എന്ന് പറഞ്ഞ് മുദ്രാവാക്യം വിളിക്കുന്നവരും ശഠിക്കുന്നത് എന്ന് പറഞ്ഞിട്ടാണ്. ഞങ്ങളുടെ മാർഗത്തിലൂടെ വന്നാൽ ആസാദി, ഞങ്ങളുടെ വഴിയിലൂടെ വന്നാൽ ആസാദി, ഞങ്ങളുടെ പ്രവാചകൻ മാത്രം പ്രവാചകൻ, ഞങ്ങളുടെ ദൈവം ഒന്നേ, പരമകാരുണികൻ ഒന്ന്. ഇത് ഹിന്ദു ഒരിക്കലും പറഞ്ഞിട്ടില്ല. ഹിന്ദു എത്രയോ കോടാനുകോടി വർഷങ്ങൾക്ക് മുമ്പേ ലോകത്തിന് കൊടുത്ത സന്ദേശം, അത് ഏതു മാർഗവും വേണ്ടും വണ്ണം ആചരിച്ചാൽ അതൊക്കെയും ശരിയാണ്. ഹിന്ദു ഒരിക്കലും ഒരാളോടും പറഞ്ഞിട്ടില്ല ഈ ഗ്രന്ഥം മാത്രം വായിച്ച് നീ മുന്നോട്ട് വരൂ, എന്നാൽ മാത്രമേ നീ ഈശ്വരന് സ്വീകരിക്കാൻ കഴിയുള്ളൂ, ഈശ്വരനാൽ സ്വീകരിക്കപ്പെടുന്ന വ്യക്തിയാവുകയുള്ളൂ എന്ന് പറഞ്ഞിട്ടില്ല. ഞാൻ ഒരുക്കുന്ന ഈ കെട്ടിടത്തിന്റെ ഉള്ളിൽ വന്ന് പ്രാർത്ഥിച്ചാലേ നിനക്ക് മുക്തി കിട്ടൂ പറഞ്ഞില്ല. നീ വേറെ ഏതെങ്കിലും ഒരു കെട്ടിടത്തിലാണ് പോകുന്നെങ്കിൽ നീ പാപിയാണെന്നോ, നീ കാഫിറാണെന്നോ, നീ വധാർഹനാണെന്നോ നമ്മൾ പറഞ്ഞിട്ടില്ല. വർഗശത്രുവാണെന്നോ നമ്മൾ പറഞ്ഞിട്ടില്ല. ഇവിടെയാണ് ഞാൻ പറഞ്ഞത്, ലോകം ഇന്ന് കാത്തിരിക്കുന്നതായ യഥാർത്ഥ ലിബറലിസത്തെയാണ്. അതാണ് ഹിന്ദുത്വം, അതാണ് ഹിന്ദു ദർശനം. എല്ലാറ്റിനെയും ഉൾക്കൊള്ളുന്ന, മതത്തിനുമൊക്കെ അപ്പുറത്തുള്ള യഥാർത്ഥമായ ഒരു ആധ്യാത്മികത, അതാണ് ഹിന്ദുവിൻ്റെത്. അതാണ് ഹിന്ദു ആചാര്യന്മാര് ബാംഗ്ലാദേശിലെ ഭീകരന്മാരോടും പറയാൻ ശ്രമിക്കുന്നത്. 971 കഥ ഞാൻ പറഞ്ഞു. ഡയറക്ട് ആക്ഷനെ തുടർന്ന് ആയിരക്കണക്കിന്, പതിനായിരക്കണക്കിന് ഹിന്ദുക്കൾ കൂട്ടക്കൊല ചെയ്യപ്പെട്ട ആ പ്രദേശത്തും ഹിന്ദു ആചാര്യന്മാർ, അത് ഇസ്കോന്റെ നേതൃത്വത്തിലായാലും
അല്ലെങ്കിൽ മഠത്തിന്റെ രാമകൃഷ്ണ മഠത്തിന്റെ നേതൃത്വത്തിലുള്ളതായാലും എല്ലാ ഹിന്ദുക്കളും ഹിന്ദു ആചാര്യന്മാരും ഈ വസ്തുത ഇപ്പോഴും അത് തന്നെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ഈ ആക്രമണം, കൊടിയ ആക്രമണം നടക്കുന്നതിന് 1 വർഷം മുമ്പ് പോലും ഇസ്കോന്റെ ആശ്രമത്തിൽ മതം നോക്കാതെ സർവർക്കും കൊറോണയുടെ കാലത്ത് അവിടെ പ്രളയം നടന്നപ്പോ എല്ലാവിധ സുഖ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കുകയാണ്. അവർക്കെതിരായിട്ടാണ് ഈ ആക്രമണം നടക്കുന്നത് എന്ന് ആലോചിക്കണം. അവർക്കെതിരായിട്ടാണ്. അവിടെയാണ് ഞാൻ സൂചിപ്പിച്ചത്, നമ്മൾ ലിബറലാണ്, തർക്കമില്ല. പക്ഷേ ആ ലിബറലിസം നിലനിൽക്കണമെങ്കിൽ നമ്മൾ ഒരുമിച്ച് നിന്നാലേ മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ. എല്ലാത്തിനെയും സ്വീകരിക്കുന്ന ഈ സനാതന ദർശനം നിലനിൽക്കണമെങ്കിൽ ഒരുമിച്ച് നിന്നാലേ നമുക്കത് സാധിക്കുള്ളൂ. ആരെയും മേലെ അടിച്ചേൽപ്പിക്കാനോ ആരെയെ തർക്കിച്ചു പരാജയപ്പെടുത്താനോ അല്ല. ലോകം നിലനിൽക്കാൻ വേണ്ടിയിട്ടാണ് ഈ വസ്തുത നമ്മൾ ലോകത്തിന് മുമ്പാകെ പറയുന്നത്. ഈ പ്രതിഷേധ യോഗം പോലും ഹിന്ദുത്വ ദർശനം അത് നിലനിൽക്കാൻ ഹിന്ദുക്കൾ നിലനിന്നേ പറ്റുള്ളൂ എന്ന് പറയുമ്പോഴും ഇത് ലോകത്തിന് വേണ്ടിയിട്ടുള്ള ഒരു ആഹ്വാനം കൂടിയാണ്. ഇത് തിരിച്ചറിയാൻ ലോകരാഷ്ട്ര സമൂഹങ്ങൾ സന്നദ്ധരാകണം. ഐക്യരാഷ്ട്രസഭ അതിശക്തമായ എന്തൊക്കെയാണ് അവർക്ക് ചെയ്യാൻ കഴിയുക എന്നത് മറ്റൊരു വസ്തുത. പക്ഷേ ലോകത്തിന്റെ മുമ്പിൽ, സർവ്വരാഷ്ട്രങ്ങളുടെ മുമ്പിൽ അതിശക്തമായ അഭിപ്രായങ്ങളുമായി മുന്നിലെത്തണം. ബംഗ്ലാദേശിൽ അടിയന്തരമായി ഐക്യരാഷ്ട്രസഭയുടെ ഓഫീസ് തുറക്കാൻ, പ്രത്യേക ഓഫീസ് തുറക്കാൻ പോലും അവിടുത്തെ ഭീകരന്മാര് അനുവദിച്ചിട്ടില്ല എന്ന് നമുക്കറിയാം. പക്ഷേ ഒരു പീസ് കീപ്പിംഗ് ഫോഴ്സിനെ അയച്ചുകൊണ്ട്, ഒരു സമാധാന സേനയെ അയച്ചുകൊണ്ട്, സംയുക്ത സേനയെ അയച്ചുകൊണ്ട് കാര്യങ്ങൾ നിയന്ത്രണത്തിലെടുക്കാൻ ആഗോള രാഷ്ട്ര തലവന്മാർ ഒരുമിച്ച് തീരുമാനം കൈക്കൊള്ളുന്നു. ആ നിലയിൽ അവരുടെ മേലെ സമ്മർദ്ദം ചെലുത്താൻ കേന്ദ്ര ഭരണകൂടം തയ്യാറാകണം എന്നുകൂടി ഇത്തരം യോഗങ്ങളിലൂടെ ഞങ്ങൾ ആവശ്യപ്പെടുകയാണ്. അതിനുവേണ്ടി കേന്ദ്ര ഭരണകൂടം തയ്യാറാകണം. മറ്റാരെയും ഈ കാര്യത്തിൽ നമുക്ക് ഭയപ്പെടേണ്ടതില്ല. ഇത് നമ്മുടെ ചോരയാണ് അവിടെ ഒഴുകുന്നത്, നമ്മുടെ മാംസമാണ് അവിടെ ചിന്നിച്ചിതറുന്നത്, നമ്മുടെ പെങ്ങന്മാരും നമ്മുടെ അമ്മമാരുമാണ് അപമാനിക്കപ്പെടുന്നത്. എണ്ണത്തിൽ കുറവാണെങ്കിലും അടുക്കളയിലെ കറിക്കത്തിയും തീയും എടുത്തു നിന്ന് സ്വന്തം മാനം രക്ഷിക്കാൻ പൊരുതിക്കൊണ്ടിരിക്കുന്നത് എന്റെയും നിങ്ങളുടെയും അമ്മമാരും പെങ്ങന്മാരുമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിശക്തമായ നിലപാട് സ്വീകരിക്കാൻ കേന്ദ്ര ഭരണകൂടവും അവർക്ക് എല്ലാ വിധത്തിലുള്ള പിന്തുണയും കൊടുക്കാൻ. കഴിഞ്ഞ ദിവസം ബംഗാളിലെ മുഖ്യമന്ത്രി പറഞ്ഞു, ഒരു ഡയറക്റ്റ് ആക്ഷൻ സൈന്യം നടത്തണമെന്നൊക്കെ പറയാൻ കൊള്ളാം. പക്ഷേ അങ്ങനെ എന്തെങ്കിലും നടത്താൻ കേന്ദ്ര സർക്കാർ പുറപ്പെട്ടാൽ ഇവിടുത്തെ എല്ലാ പ്രതിപക്ഷ കക്ഷികൾ പിന്തുണയ്ക്കുമോ എന്ന് നോക്കിയിട്ടല്ല കേന്ദ്ര സർക്കാർ എന്തെങ്കിലും ഒരു തീരുമാനമെടുക്കേണ്ടത്. പക്ഷെ നമ്മുടെ ഒരു ജനാധിപത്യ ഭരണവ്യവസ്ഥയുള്ള ഇടമാണ്. അതുകൊണ്ട് ആവശ്യപ്പെടുന്നു, അതിശക്തമായ എല്ലാ പ്രതിപക്ഷ കക്ഷികളും ഈ കാര്യത്തിൽ കേന്ദ്ര ഗവൺമെന്റിനോടൊപ്പം നിന്നുകൊണ്ട് നമ്മുടെ സഹോദരങ്ങളെ രക്ഷിക്കാൻ, അതുവഴി ഈ ദർശനത്തെ രക്ഷിക്കാൻ. ലോകത്ത് ഏറ്റവും കൂടുതൽ ഹിന്ദു ജനസംഖ്യയുള്ള രാഷ്ട്രങ്ങളിൽ മൂന്നാമതിപ്പോഴും ബംഗ്ലാദേശാണ്. ഭാരതവും നേപ്പാളവും കഴിഞ്ഞാൽ ബംഗ്ലാദേശാണ്. പക്ഷെ എന്തൊന്നായിരുന്നു നേരത്തെ ഉണ്ടായിരുന്ന സ്ഥിതി എന്ന് ആലോചിച്ച് നോക്കാം. ഞാൻ ആ 22% കണക്ക് പറഞ്ഞു. അവശേഷിക്കുന്ന 8% അല്ലെങ്കിൽ 7.95 എന്ന ഔദ്യോഗിക ജനസംഖ്യയെങ്കിലും സംരക്ഷിക്കപ്പെടണം. അതിനുവേണ്ടി ആവശ്യം ഉന്നയിക്കുവാൻ നമ്മുടെ ഇവിടുത്തെ എല്ലാ വിഭാഗം കക്ഷികളും ജനനേതാക്കന്മാരും മുന്നോട്ട് വരണം. അത് നമ്മുടെ എല്ലാവരുടെയും നിലനിൽപ്പിന് അനിവാര്യമാണ് എന്നുകൂടി പറയുകയാണ്. അവിടെ പൂജ്യ സ്വാമിജിക്ക് വേണ്ടി ഹാജരാകാൻ വക്കീലില്ലത്രേ. ആരെങ്കിലും വക്കീൽ തയ്യാറാവുകയാണെങ്കിൽ ആ വക്കീലിനെ ഇല്ലാതെയാക്കുമെന്ന് കോടതിയുടെ മുന്നിൽ നിന്ന് പ്രഖ്യാപിക്കുക. ഇവിടെയുള്ള ചില രാഷ്ട്രീയ കക്ഷികൾ പറയുന്നത് ഭാരതത്തിലും ന്യൂനപക്ഷ പീഡനം നടക്കുന്നില്ല എന്നാണ്. ഏത് ലോകത്താണ് അവരൊക്കെ ജീവിക്കുന്നത്? ഇവിടെ കേരളത്തിലെ ഹൈക്കോടതിയുടെ മുമ്പിൽ ചെന്ന് നിന്നുകൊണ്ട് ഭീകരവാദികൾ ഇവിടുത്തെ ചില രാഷ്ട്രീയ കക്ഷികളുടെ പിന്തുണയോടുകൂടി ഹൈക്കോടതി ജസ്റ്റിസിനെ, ജഡ്ജിയെ നാട് കടത്തിയ നാടാണ് കേരളം. ഇവിടെ മദനിക്ക് വക്കീലിനെ കിട്ടുന്നില്ലേ? തടിയന്റെ അവിടെ നസീറിന് വക്കീലിനെ കിട്ടുന്നില്ലേ? എവിടെയാണ് കിട്ടാത്തത്? എന്നാൽ ഒരു പാപവും ചെയ്യാത്ത ആകെ ഹിന്ദുക്കൾ ഒരുമിച്ച് നിൽക്കണമെന്നും
അവരെ പീഡിപ്പിക്കരുതെന്നും പറഞ്ഞതിന്റെ പേരിൽ ഒരു പൂജ്യസ്വാമിയുടെ കേസ് വാദിക്കാൻ വക്കീലില്ലാത്ത അവസ്ഥ. ഇടപെടണം, അന്താരാഷ്ട്ര കോടതി ഈ വിഷയത്തിൽ ഇടപെടേണ്ടിയിരിക്കുന്നു. അതിനുവേണ്ടി ഉള്ള സമ്മർദ്ദങ്ങളും പൊതുജന സംഘടനകളും എല്ലാ വിഭാഗം ജനങ്ങളും ചേർന്ന് നടത്തണം എന്നുകൂടി ആവശ്യപ്പെട്ടുകൊണ്ട് നമ്മുടെ സഹോദരങ്ങളോടെ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഈ ദുരിതങ്ങളിൽ നിന്ന് അവരെ രക്ഷിക്കുവാൻ വേണ്ടി കേവല പ്രാർത്ഥനകളോ കേവല പ്രതിഷേധ യോഗങ്ങളോ പോരാതെ വരാം. നാളെ തികഞ്ഞ ഉത്തരവാദിത്ത ബോധത്തോടെ ഞാൻ പറയുകയാണ്, പോരാതെ വരാം. അതാണ് ആസാമിലെ നമ്മുടെ ഹിന്ദു സഹോദരങ്ങൾ ചെയ്തത്. 1,00,000-ൽ പരം ഹിന്ദുക്കളാണ് അതിർത്തിക്ക് അപ്പുറത്തേക്ക് വേണ്ടി വന്നാൽ വരും എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് അതിർത്തിയിലേക്ക് നീങ്ങിയത്. 1,00,000-ൽ മരിക്കാനെങ്കിൽ മരിക്കാൻ തയ്യാറാണ് ഞങ്ങളുടെ സഹോദരങ്ങൾക്ക് വേണ്ടിയിട്ട് എന്ന് പറഞ്ഞുകൊണ്ട്. ബംഗ്ലാദേശിന്റെ സ്ഥിതിയൊക്കെ എല്ലാവർക്കും അറിയാവുന്നതാണ്. ദിവസങ്ങളായി ഇരുട്ടിലാണ് അവിടെ. ഇനി കുറച്ചു കഴിഞ്ഞാൽ ആഹാരം കഴിക്കാൻ പോലും ഇല്ലാത്ത അവസ്ഥയിലേക്ക് അവിടെ ചെന്നുപെട്ടുപോകും. നമ്മുടെ ഇവിടുത്തെ ചില രാഷ്ട്രീയ കക്ഷികളും പത്രക്കാരും ഒക്കെ പറയുന്നത് ബംഗ്ലാദേശിനെ നോക്കി പഠിക്കാനാണ്, ഭാരതത്തിന്റെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുത്താൻ അവരെ നോക്കി പഠിക്കാനാണ്. പക്ഷേ ഭാരതത്തിൽ നിന്ന് സമയാസമയം എത്തിക്കൊണ്ടിരിക്കുന്ന കപ്പലുകളിലെ ഗോതമ്പില്ലെങ്കിൽ പട്ടിണി കിടക്കും അവിടെ. അതാണ് അവസ്ഥ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, തികഞ്ഞ ഉത്തരവാദിത്ത ബോധത്തോടെ പറയുകയാണ്, കേവലം പ്രാർത്ഥനാ സഭകളും കേവലം അപേക്ഷകളും പ്രതിപക്ഷ യോഗങ്ങളിലെ കണ്ടക്ഷോഭങ്ങളും കൊണ്ട് മാത്രം പ്രശ്നം പരിഹരിക്കപ്പെടുന്നില്ലെങ്കിൽ ഭാരതം ഒറ്റക്കെട്ടായി, ജനങ്ങൾ ഒറ്റക്കെട്ടായി, കോടാനുകോടി വരുന്ന ഇവിടുത്തെ ഹിന്ദുക്കൾ ബംഗ്ലാദേശിന്റെ പിന്നിൽ അണിനിരക്കാൻ സന്നദ്ധരാകും എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഇവിടെ അമ്മയുടെ ഭാരതാംബയുടെ തൃപ്പാദത്തിൽ സമർപ്പിച്ച് പിൻവാങ്ങുന്നു. വന്ദേ മാതരം. ഭാരത് മാതാ കി, ഭാരത് മാതാ കി, ഭാരത് മാതാ കി.